കൂട്ടുകാരെ, ഇടുക്കി ജില്ലയിലെ രാമക്കൽ മേടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ കാണുന്ന കുറുവാൻ കുറത്തിയെയും മലമുഴക്കി വേഴാമ്പലിനെയൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു അടിപൊളി യാത്രയാണിത്. ഇത് മാത്രമല്ല, രാമക്കൽ മേടിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഇനിയും നിരവധി കാഴ്ചകളാണ് അവിടെയുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഞാനിപ്പോ കട്ടപ്പനയിൽ നിന്നുമാണ് രാമക്കൽ മേടിലേക്ക് പോകുന്നത്. 24 കിലോമീറ്റർ ആണ് കട്ടപ്പനയിൽ നിന്നും രാമക്കൽ മേടിലേക്ക് വരാനുള്ള ദൂരം. ഇനി നിങ്ങൾ നെടുങ്കണ്ടത്ത് നിന്നാണ് വരുന്നതെങ്കിൽ അവിടെ നിന്നും 11 കിലോമീറ്റർ കൊണ്ട് നിങ്ങൾക്ക് രാമക്കൽ മേടിലേക്ക് എത്തിച്ചേരാൻ കഴിയും. സെന്ററിനോട് വളരെ അടുത്ത് തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടറും ഉണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു കുത്തനെയുള്ള കയറ്റം കയറി വേണം നമുക്ക് ഈ കുറുവാൻ കുറത്തിയുടെയും മലമുഴക്കി വേഴാമ്പലിന്റെയും ഒക്കെ അടുത്ത് ചെല്ലാൻ. പക്ഷെ ഒത്തിരി ദൂരം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാഹനത്തിൽ ആ സ്റ്റാച്ചുവിന്റെ തൊട്ടടുത്ത് വരെ എത്തിച്ചേരാൻ പറ്റും. ആ വഴിയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇൻഫർമേഷൻ സെന്ററിന്റെ അവിടെ നിന്നും കുറച്ചു ദൂരം മുൻപോട്ട് പോകുമ്പോൾ ഇടത്തോട്ടൊരു മൺപാത കാണും. അതുവഴി പോയാൽ നമുക്ക് വാഹനത്തിൽ തന്നെ സ്റ്റാച്ചുവിന്റെ തൊട്ടടുത്ത് എത്തിച്ചേരാൻ പറ്റും. അവിടെയും ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്നായാലും നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് പോകാൻ പറ്റും. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആദ്യം ആമപ്പാറയിലേക്കാണ് പോയത്. ഓഫ് റോഡ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ജീപ്പിൽ തന്നെയാണ് സ്റ്റാച്ചു കാണാനായി രാമക്കൽ മേടിലേക്ക് എത്തിയത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാം. കുറുവാൻ കുറത്തി ശില്പവും വേഴാമ്പൽ ശില്പവും ഒക്കെ കാണാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ കുട്ടികൾക്ക് 15 രൂപയും മുതിർന്നവർക്ക് 25 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എല്ലാം പറ്റും. ഇനി നമുക്ക് ശില്പത്തിനടുത്തേക്ക് പോകാം. രാമക്കൽ മേടിലെ കുറുവാൻ കുറത്തി ശില്പവും മലമുഴക്കി വേഴാമ്പലിന്റെ ശില്പവും ഒക്കെ കാണാനായി ഒരുപാട് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. പിന്നെ ഈ രാമക്കൽ മേടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇടുക്കിയിലെ രാമക്കൽ മേട്. കേരളത്തിൽ വിൻഡ് ഫാം കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമാണ് രാമക്കൽ മേട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ ഒരുപാട് വിൻഡ് ഫാമുകളുടെ കാഴ്ചയാണ് നമുക്ക് ഈ രാമക്കൽ മേടിൽ നിന്നും കിട്ടുന്നത്. ഈ സ്ഥലത്തിന് രാമക്കൽ മേട് എന്ന പേര് ലഭിക്കാൻ ഒരു കാരണമുണ്ട്. വനവാസ കാലത്ത് രാമനും സീതയും ഒക്കെ ഈ മേട്ടിൽ വന്ന് താമസിച്ചെന്നും അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് രാമക്കൽ മേട് എന്ന പേര് ലഭിച്ചതെന്നുമാണ് പറയപ്പെടുന്നത്. രാമക്കൽ മേടിൽ തന്നെ കാണാൻ ഒരുപാട് കാര്യങ്ങളാണ് നമുക്കുള്ളത്. അതിൽ പ്രധാനമായുള്ളതാണ് രാമക്കല്ലും സീതക്കല്ലും ആമപ്പാറയും ഒക്കെ. അതിൽ ഈ കാണുന്ന കല്ലാണ് സീതക്കല്ല്. സീതക്കല്ലിലേക്ക് നമുക്ക് ട്രെക്കിംഗ് വഴി മാത്രമേ എത്തിച്ചേരാൻ പറ്റൂ. അവിടേക്ക് വാഹനമൊന്നും പോകില്ല. സാധാരണയായി രാമക്കൽ മേടിൽ വരുന്ന സഞ്ചാരികൾ കുറുവാൻ കുറത്തി പ്രതിമയും മലമുഴക്കി വേഴാമ്പലിന്റെ പ്രതിമയും ഒക്കെ കണ്ടിട്ട് മടങ്ങി പോവാറാണ് പതിവ്. പക്ഷെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ലൊക്കേഷനാണ് ഈ പറഞ്ഞ സീതക്കല്ലും രാമക്കല്ലും ആമപ്പാറയും ഒക്കെ. ഇത് കണ്ടില്ലേ, ഇപ്പോ കാണുന്നതാണ് രാമക്കല്ല്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും കുറെ ആളുകൾ രാമക്കല്ലിന്റെ മുകളിൽ കയറി നിൽക്കുന്നതൊക്കെ. നമുക്ക് രാമക്കല്ലിലേക്ക് ഓഫ് റോഡ് ജീപ്പ് വഴിയും പോകാൻ പറ്റും. നമുക്ക് ട്രെക്കിംഗ് ആയിട്ടും പോകാം. പക്ഷെ ജീപ്പിൽ പോകണമെന്നുള്ളവർക്ക് ജീപ്പിലും പോകാൻ പറ്റും. രാമക്കല്ലിലേക്ക് പോകുന്ന ഓഫ് റോഡ് ജീപ്പിൽ തന്നെ നമുക്ക് ആമപ്പാറയും കൂടെ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ആമപ്പാറയുടെയും രാമക്കല്ലിന്റെയും ഒക്കെ വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കൂടെ ഒന്ന് കാണണേ. മലമുഴക്കി വേഴാമ്പലിന്റെ പ്രതിമ ഒരു വാച്ച് ടവറിന്റെ രൂപത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പ്രകൃതി ഭംഗി കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. ഇവിടെ നിന്നുള്ള കുറുവാൻ കുറത്തിയുടെയും താഴ്വരയുടെയും ഒക്കെ കാഴ്ച എന്ന് പറയുന്നത് വളരെയധികം മനോഹരമാണ്. ഈ മലമുഴക്കി വേഴാമ്പലിന്റെ മുകളിലേക്ക് കയറി വരാൻ നമുക്ക് പടിക്കെട്ടുകൾ കയറി വേണം വരാൻ. നമ്മളെ ആകർഷിക്കുന്ന ഇത്രയും മനോഹരമായ കുറുവാൻ കുറത്തി പ്രതിമ നിർമ്മിച്ചത് തിരുവനന്തപുരത്തുള്ള ജിനൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. 2005 കുറുവാൻ കുറത്തി പ്രതിമ ഇവിടെ സ്ഥാപിച്ചത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു വഴിയുടെ കാര്യം പറഞ്ഞില്ലേ,
എൻട്രൻസിന്റെ അവിടെ നിന്ന് കുറച്ച് കയറ്റം കഴിഞ്ഞാൽ നമുക്ക് ഈ കുറുവൻകുടത്തിയുടെ സ്റ്റാച്ചുവിന്റെ മുൻപിൽ എത്തിച്ചേരാമെന്ന് ആ പറഞ്ഞ വരിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റിയൊരു മറ്റൊരു സ്ഥലമാണ് ആമപ്പാറ എന്ന്. ഈ കുറുവൻകുടത്തി സ്റ്റാച്ചുവിന്റെ ഫ്രണ്ടിൽ നിന്നാൽ ആമപ്പാറയുടെ ഒരു വിദൂര ദൃശ്യവും നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ആമപ്പാറ. അതിനടുത്തായി തന്നെ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്കൊരു വാച്ച് ടവറും കാണാൻ കഴിയുന്നുണ്ട്. രാമക്കൽമേട്ടിൽ നിന്ന് കാണുന്ന താഴ്വരകളൊക്കെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെയാണ്. തമിഴ്നാട്ടിലെ കമ്പവും തേനയും ഉൾപ്പെടുന്ന നിരവധി സ്ഥലങ്ങളിലെ ഗ്രാമങ്ങളും അവിടുത്തെ പാടങ്ങളും ഒക്കെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ സ്ഥലങ്ങളായി നമുക്ക് തോന്നുന്നത്.